മനുഷ്യർ പൊതുവെ സൗന്ദര്യാസ്വാദകരാണ്. പുറമേയുള്ള സൗന്ദര്യമാണ് ആദ്യം നമ്മുടെ കണ്ണിൽ ഉടക്കുന്നത്. അത് വ്യക്തികളോ വസ്തുക്കളോ വസ്ത്രങ്ങളോ ഒക്കെ ആകാം. എന്നാൽ നമ്മൾ കാണുന്ന സൗന്ദര്യം വെറും അടയാളം മാത്രമാണെങ്കിലോ, ശരിയായ പഠനത്തിൽ മാത്രം വെളിവാകുന്ന അനവധി രഹസ്യങ്ങൾ അതിൽ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിലോ? അത്തരമൊരു അന്വേഷണത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കട്ടെ. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. തിരുവചനത്തിൻ്റെ ആധികാരികതയെ അരക്കിട്ടുറപ്പിക്കുന്ന ഭാഗങ്ങളിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ് സമാഗമന കൂടാരവും അതിൻ്റെ സകല പ്രവർത്തനങ്ങളും ഇസ്രായേൽ മക്കൾ നിർവഹിച്ചത്. ദൈവസഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആധികാരിക രേഖയും അന്തിമ മാനദണ്ഡവും തിരുവചനം തന്നെയാണ്. ദൈവഹിത പ്രകാരം പ്രവർത്തിക്കുന്നതാണ് ദൈവപ്രസാദം പ്രാപിക്കുന്നതിനുള്ള ഏക മാർഗം. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല എന്ന് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. പുറപ്പാട് പുസ്തകം 39-40 അധ്യായം. ആരുടെയെങ്കിലുമോ എന്തിൻ്റെയെങ്കിലുമോ അടിമത്തത്തിൽ ജീവിക്കുവാനല്ല ദൈവം മനുഷ്യനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് ബൈബിൾ കൃത്യമായി പഠിപ്പിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായുള്ള മനുഷ്യൻ്റെ പോരാട്ടം മനുഷ്യനോളം തന്നെ പഴക്കമുള്ളതാണ്. അടിമത്തത്തിൽ ജീവിക്കുന്ന ഒരുവൻ ഒരിക്കലും ദൈവം തന്നെ സൃഷ്ടിച്ച ഉദ്ദേശത്തിലേക്ക് ഉയരുവാൻ കഴിയില്ല. എല്ലാവരും എന്തെങ്കിലുമൊക്കെ അടിമത്തത്തിലാണ്. അവയെ തിരിച്ചറിഞ്ഞ് സ്വതന്ത്രമാക്കപ്പെടുന്നതാണ് ജീവിതം അനുഗ്രഹമാക്കുവാനുള്ള വഴി. പ്രധാനമായും 2 തരം അടിമത്തങ്ങളാണുള്ളത്. ഒന്ന്, സ്വയം അടിച്ചേൽപ്പിക്കുന്ന അടിമത്തം. മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും മറ്റ് ദുശീലങ്ങൾക്കുമൊക്കെ അടിമയായവർ അങ്ങനെയുള്ളവരാണ്. രണ്ടാമതായി, മറ്റ് മനുഷ്യരാൽ അടിമകളാക്കപ്പെട്ടവർ. തങ്ങളുടെ സ്വന്തം കാര്യസാധ്യത്തിനായി ചിലർ മനുഷ്യരെ തങ്ങളുടെ അടിമകളാക്കി വെക്കാറുണ്ട്. ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലുമൊക്കെ ഈ അടിമത്തം അടിച്ചേൽപ്പിക്കപ്പെടുന്നു. എല്ലാവിധ അടിമത്തങ്ങളും ക്രൂരവും ദൈവിക കാഴ്ചപ്പാടിന് വിരുദ്ധവുമാണ്. ചരിത്രം പഠിച്ചാൽ എല്ലാ നാടുകളിലും അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുവാനുള്ള മനുഷ്യൻ്റെ പ്രക്ഷോഭങ്ങൾ ധാരാളം കാണാൻ കഴിയും. ഓരോന്നും പഠിച്ചാൽ വിപ്ലവങ്ങളിലൂടെ നേടിയെടുത്തു എന്ന് പറയുന്ന സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ഒരു അടിമത്തത്തിൽ നിന്ന് മറ്റൊരു അടിമത്തത്തിലേക്കുള്ള മാറ്റം മാത്രമാകുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു യജമാനൻ്റെ അടിമയായിരുന്ന പലർക്കും ഭക്ഷണവും പാർക്കുവാൻ ഇടവും ഉണ്ടായിരുന്നു. ആരെയും പേടിക്കാതെ കഴിയാമായിരുന്നു. എന്നാൽ അവർ സ്വതന്ത്രരായപ്പോൾ പലരും ഭക്ഷണവും താമസവും ഇല്ലാതെ വിശപ്പിൻ്റെയും അരക്ഷിതാവസ്ഥയുടെയും അടിമകളായി ഭയത്തിൽ ജീവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, അടിമത്തത്തിനെതിരെ മുറവിളി കൂട്ടി അധികാരവർഗത്തെ അടിച്ചിറക്കുവാൻ നേതൃത്വം നൽകിയവർ തങ്ങളുടെ സ്വന്തം കയ്യിൽ അധികാരം കിട്ടിയപ്പോൾ അവരുടെ അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ അടിമകളാക്കി മുൻപോട്ട് പോകുന്നത് കാണുവാൻ സാധിക്കും. ഏതൊരു അധികാരത്തോടും എതിർക്കണമെന്ന പ്രത്യയശാസ്ത്രം ലോകത്തിൽ വരുത്തി വച്ചിരിക്കുന്ന ആശയക്കുഴപ്പം ചില്ലറയല്ല. എന്തിന്, സ്വന്തം വീട്ടിൽ പോലും മാതാപിതാക്കളുടെ അധികാരത്തോട് എതിർക്കുന്ന മക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഷേധികളും അരക്ഷിതരുമായ അവരിൽ പലരും ജീവിത യാഥാർത്ഥ്യങ്ങളോട് അടുക്കുമ്പോൾ പകച്ചു നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്? അവയുടെ മൂലകാരണം എന്തെന്ന് നാം കണ്ടുപിടിക്കണം. അവിടെയാണ് തുടങ്ങേണ്ടത്. അടിസ്ഥാനപരമായി അടിമത്തം ഒരു ആത്മീയ പ്രശ്നമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വതന്ത്രനായിട്ടാണ്. അതുപോലെ മനുഷ്യരെ തുല്യരായിട്ടാണ് സൃഷ്ടിച്ചത്. തൻ്റെ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്ത മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ച് സാത്താൻ്റെ അടിമയായി.
സാത്താൻ മനുഷ്യനെ തൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിച്ച് മറ്റ് മനുഷ്യരെ അടിമകളാക്കുന്നു. അങ്ങനെ ആകെ അലങ്കോലമായ ഒരു സ്ഥിതിവിശേഷം. ഈ പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരം ദൈവത്തിൻ്റെ ഭരണത്തിലേക്ക് മനുഷ്യൻ മടങ്ങി വരിക എന്നത് മാത്രമാണ്. അതിനുള്ള ഒരേ ഒരു മാർഗം പാപത്തിൻ്റെ പരിഹാരത്തിനായി രക്തം ചിന്തിയ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ദൈവം നമ്മെ അവൻ്റെ മക്കളാക്കി തീർക്കും. അതെ, ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു. ഒരു ഭവനത്തിൽ മക്കൾ എന്നതിനേക്കാൾ സ്വാതന്ത്ര്യം നൽകുന്ന പദവി വേറെ എന്താണ്? ദൈവമക്കളാകുക, ആത്മീയ സ്വാതന്ത്ര്യം പ്രാപിക്കുക. ആത്മീയ സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു വ്യക്തി ഈ ആയുസ്സിൽ മറ്റുള്ളവരിൽ നിന്നും അതിക്രമം അനുഭവിച്ചാൽ പോലും ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ആസ്വദിക്കുന്ന വ്യക്തിയായിരിക്കും. ഈ വലിയ സത്യത്തെ വരച്ച് കാട്ടിയിരിക്കുന്ന പുസ്തകമാണ് കഴിഞ്ഞ ചില ആഴ്ചകളായി നാം പഠിച്ചുകൊണ്ടിരുന്ന പുറപ്പാട് പുസ്തകം. ഇന്നത്തെ പഠനത്തോടു കൂടി നാം പുറപ്പാട് പുസ്തക പഠനം പൂർത്തീകരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 39-ാം അധ്യായത്തിൽ മഹാപുരോഹിതൻ്റെ വിശുദ്ധ വസ്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നു. അഹ്റോനായിരുന്നു മഹാപുരോഹിതൻ. അവൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെ സൂചിപ്പിക്കുന്നവയായിരുന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഈ വസ്ത്രങ്ങളുടെ മാതൃക നേരത്തെ തന്നെ നൽകിയിരുന്നതാണ്. ഞാൻ 39-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളൊന്ന് വായിക്കാം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രവും അഹ്റോന് വിശുദ്ധ വസ്ത്രവും ഉണ്ടാക്കി. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഏഫോദ് ഉണ്ടാക്കി. ഈ വസ്ത്രങ്ങൾ ദൈവശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടവയായിരുന്നതിനാൽ അവ വിശുദ്ധമായിരുന്നു. 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, അത് കെട്ടിമുറുക്കുവാൻ അതിന്മേലുള്ളതായി ചിത്രപ്പണിയായ നടുക്കെട്ട് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അതിൽ നിന്ന് തന്നെ അതിൻ്റെ പണി പോലെ പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ആയിരുന്നു. മഹാപുരോഹിതൻ 8 പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. 4 എല്ലാ പുരോഹിതന്മാരും ധരിച്ചതിന് സമമായിട്ടുള്ളതായിരുന്നു. എന്നാൽ 4 മഹാപുരോഹിതന് മാത്രമായി പ്രത്യേകമായിട്ടുള്ളവയായിരുന്നു. അവ അവനെ മറ്റു പുരോഹിതന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കിയിരുന്നു. അവ മഹത്വത്തിനും അലങ്കാരത്തിനുമായുള്ള വസ്ത്രങ്ങളായിരുന്നു. മഹത്വത്തിനും അലങ്കാരത്തിനും എന്ന വിശേഷണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തൻ്റെ അസാധാരണമായ കൃപകളിലും മഹത്വത്തിലുമുള്ള നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മഹാപുരോഹിതൻ ധരിക്കുന്ന ഓരോ വസ്ത്രവും പ്രത്യേകം അർത്ഥമുള്ളതായിരുന്നു. പാപപരിഹാരത്തിൻ്റെ മഹാദിനത്തിൽ അഹ്റോൻ രക്തം അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ അവൻ തൻ്റെ മഹത്വത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റിയിട്ട് മറ്റ് മഹാപുരോഹിതന്മാരെ പോലുള്ള വസ്ത്രങ്ങളെ ധരിച്ചിരുന്നുള്ളൂ. അവൻ അലങ്കരിക്കപ്പെടാത്തവനായിരുന്നു അപ്പോൾ, എന്നാൽ വിശുദ്ധനായിരുന്നു. പുരോഹിതന്മാർ ധരിച്ചിരുന്ന വെള്ള അങ്കി നീതീകരണത്തെ കുറിക്കുന്നതാണ്. യെശയ്യാ പ്രവചനം 52-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ, അശുദ്ധമായതൊന്നും തുടരുത്, അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ, യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കുവീൻ. ദൈവം ഇന്നും അതുതന്നെ നമ്മോട് പറയുന്നു. അശുദ്ധനായ ഒരു പ്രസംഗകനെ, ഒരു സുവിശേഷകനെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള യാതൊരുത്തൻ്റെയും പ്രവർത്തനത്തെ ദൈവം അംഗീകരിക്കുകയില്ല. ആ വ്യക്തി എത്ര കഴിവുള്ളവനാണെങ്കിലും ദൈവം ഉപയോഗിക്കുകയില്ല. അവൻ മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിയുകയാണ് ചെയ്യുന്നത്. നാം ക്രിസ്തുവിൻ്റെ നീതീകരണം ധരിക്കേണ്ടവരും അതിന് യോജിച്ച ജീവിതം ജീവിക്കേണ്ടവരുമാകുന്നു. മഹാപുരോഹിതൻ്റെ വസ്ത്രങ്ങൾ ഇങ്ങനെ ശ്രേഷ്ഠമായൊരു പാഠം നമുക്ക് പകർന്നു നൽകുന്നു. ജനത്തിൻ്റെ പാപത്തിനു വേണ്ടി യാഗം അർപ്പിക്കുവാൻ അഹ്റോൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ അവൻ തൻ്റെ മഹത്വത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും വസ്ത്രങ്ങൾ അഴിച്ചു വച്ചിരുന്നു എന്ന കാര്യം ശ്രദ്ധേയമാണ്.
നമ്മുടെ കർത്താവായ യേശു ഭൂമിയിൽ വന്നപ്പോൾ അവൻ തൻ്റെ ദൈവത്വം മാറ്റിവെച്ചില്ല. എന്നാൽ അവൻ തൻ്റെ മഹത്വത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും വസ്ത്രങ്ങൾ മാറ്റിവെക്കുകയാണ് ചെയ്തത്. അതായത് തന്നിലുണ്ടായിരുന്ന സവിശേഷ ദൈവിക അധികാരം അവൻ മാറ്റിവെച്ചു, തന്നെത്താൻ ഒഴിച്ചു എന്ന് നാം ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നല്ലോ. അവൻ ആ ഷെക്കേന തേജസ് മാറ്റിവെച്ചിട്ടൊരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. അവിടുന്ന് ഒരു ചെറിയ ശിശുവായി ഭൂമിയിൽ പിറന്നു. മനുഷ്യർ ഒരു രാജാവിനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്, ഒരു ശിശുവിനെ ആയിരുന്നില്ല. അവൻ വേഷത്തിൽ മനുഷ്യനാവുക മാത്രമല്ല, ദാസരൂപം എടുത്തു എന്ന് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. പിന്നെ അവൻ തന്നെ പാപത്തിനുള്ള യാഗമായി അർപ്പിച്ചു. അവിടുത്തെ മനുഷ്യത്വത്തിൽ അവൻ മരിച്ചു. ദൈവം ക്രൂശിൽ മരിച്ചു എന്നുള്ള പ്രയോഗം അത്ര ശരിയായതല്ല എന്നെനിക്കറിയാം. കാരണം ദൈവത്തിന് മരണമില്ലല്ലോ. അതുകൊണ്ടാണ് യേശു പാപപരിഹാരത്തിനായി മരിക്കാൻ മനുഷ്യ ശരീരം ധരിച്ചത്. ഇനി മരണം എന്നതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള വേർപാട് എന്നാണ് അർത്ഥമാക്കുന്നതെങ്കിൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ ദൈവത്തിൽ നിന്നും വേർപെട്ടു എന്നത് ഒരു പരിധിവരെ ശരിയാണ്. പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കിയപ്പോൾ ദൈവത്തിൽ ഒരു വിള്ളൽ ഉണ്ടായി എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എൻ്റെ പദപ്രയോഗങ്ങൾ ശരിയായിട്ടുള്ളതല്ല എങ്കിൽ ക്ഷമിക്കുക. ദൈവത്തിലൊരു വിള്ളൽ, ഒരു പൊട്ടൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ആ സമയത്ത് പോലും ദൈവം ക്രിസ്തു വഴി ലോകത്തെ തന്നോട് നിരപ്പിക്കുകയായിരുന്നു എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം കാണുന്നു. ഇത് ആർക്കും അധികമായി വിവരിക്കുവാൻ കഴിയാത്തൊരു മർമ്മമാകുന്നു സുഹൃത്തെ. മഹാപുരോഹിതൻ ധരിച്ചിരുന്ന മഹത്വത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും വസ്ത്രങ്ങൾ അതിമനോഹരങ്ങളായിരുന്നു. മഹാപുരോഹിതനെ വിലയേറിയതും വർണ്ണശബളവുമായ വസ്ത്രത്താൽ അണിയിച്ചിരുന്നു. മഹാപുരോഹിതൻ ധരിച്ചിരുന്ന ഏഫോദിൻ്റെ 2 ചുമലുകളിലും ഓരോ കല്ലുകളുണ്ടായിരുന്നു. അതിൽ ഓരോന്നിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ 6 പേരുകൾ വീതം കൊത്തിയിരുന്നു. ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവിൻ്റെ ശക്തിയും കഴിവുമാകുന്നു ഈ കല്ലുകൾ വിളിച്ചറിയിക്കുന്നത്. ഒരു കുഞ്ഞാട് കാണാതെ പോകുമ്പോൾ ആടുകളുടെ വലിയ രക്ഷകനായ കർത്താവ് അതിനെ അന്വേഷിച്ച് കണ്ടെത്തി തൻ്റെ തോളിൽ വഹിച്ചുകൊണ്ട് ഈ ആടുകളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരുന്നു. നമ്മെ തൻ്റെ തോളിൽ വഹിച്ച് സുരക്ഷിതമായി ആടുകളുടെ ആലയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ശക്തനായ ഒരു ഇടയൻ നമുക്കുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവിലൂടെ ദൈവത്തിങ്കലേക്ക് വരുന്ന സകലരെയും പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ ഒരു രക്ഷകനാണ് കർത്താവായ യേശുക്രിസ്തു. മഹാപുരോഹിതൻ ഒരു പതക്കവും ധരിച്ചിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പതക്കം, അതിൽ 12 കല്ലുകൾ പതിച്ചിരുന്നു. അത് വളരെ മനോഹരമായ ഒന്നായിരുന്നു. 12 കല്ലുകൾ. അതിന് ഊറീമും തുമീമും എന്നായിരുന്നു പേര്. ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് അത് ഉപയോഗിച്ചിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് എപ്രകാരമാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. പതക്കത്തിന്മേൽ പതിപ്പിച്ചിരുന്ന മനോഹരമായ കല്ലുകൾ സൂചിപ്പിക്കുന്നത് ക്രിസ്തു ഇന്ന് നമ്മെ അവൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു എന്ന വസ്തുതയാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവന് നമ്മോടുള്ള വലിയ സ്നേഹത്തെ കുറിക്കുന്നതാണ് ഈ കല്ലുകൾ. അവൻ നമ്മെ വഹിക്കുന്നു. ഏഫോദിൻ്റെ അങ്കിയിൽ തങ്കം കൊണ്ടുള്ള മണികളും മാതളപ്പഴങ്ങളും ഉണ്ടാക്കിയിരുന്നു. മഹാപുരോഹിതൻ വിശുദ്ധ സ്ഥലത്ത് ചെന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ മണികളുടെ ശബ്ദം കേൾക്കുവാൻ കഴിയുമായിരുന്നു. മാതളപ്പഴങ്ങൾ ഒരു വിശ്വാസിയുടെ ഫലപ്രദമായ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. മണികൾ ആ ജീവിതത്തിൻ്റെ സാക്ഷ്യത്തെ കുറിക്കും. അവ തമ്മിൽ എത്രമാത്രം യോജിച്ചിരിക്കുന്നു. പുരോഹിതൻ വിശുദ്ധ സ്ഥലത്തായിരിക്കുന്ന സമയം അവൻ അവിടെ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ്. തങ്കം കൊണ്ടുള്ള മണികളുടെ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് അവൻ അവിടെ ശുശ്രൂഷയിൽ മുഴുകിയിരിക്കുന്നുവെന്ന് ഏതൊരു ഇസ്രായേലിനും പറയുവാൻ കഴിയുമായിരുന്നു. അവന് ഉറപ്പുണ്ടായിരുന്നു. ഇത് അർത്ഥപൂർണമായ ആരാധനയുടെ ലക്ഷണമാണ്. പുരോഹിതനും ആരാധനക്കാരും തമ്മിൽ അദൃശ്യമായ ഒരു ആശയവിനിമയം അവിടെ നിലനിന്നിരുന്നു. മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ നമ്മെ പ്രതിനിധാനം ചെയ്യുകയാണ്. അത് നമ്മെ ക്രിസ്തുവിൻ്റെ ആളത്വത്തിലേക്ക് നയിക്കേണ്ടതാണ്. മഹാപുരോഹിതൻ്റെ അങ്കിയിലെ മണികളുടെ ശബ്ദം കേൾക്കുവാൻ ഇടയാകുന്നത് മനോഹരമായ അനുഭവമായിരുന്നു. അവൻ്റെ നെറ്റിപ്പട്ടത്തിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്നെഴുതിയിരുന്നു.
ഇത് വിശുദ്ധിയെ കുറിക്കുന്നതാകുന്നു എന്നോർക്കണം. വിശുദ്ധി ആന്തരികമായ ജീവിതത്തെ സംബന്ധിച്ചുള്ളതാണ്. എന്നാൽ മഹാപുരോഹിതൻ പൂർണ്ണമായും ശുശ്രൂഷയ്ക്കായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തവൻ ആണെന്നാണ് ഇതിൻ്റെ പ്രധാനമായ അർത്ഥം. എന്തെങ്കിലും ദൈവത്തിൻ്റെ ഉപയോഗത്തിനായി വേർതിരിക്കുന്നതിനെയാണ് വിശുദ്ധം എന്ന് ബൈബിളിൽ പറയുന്നത്. സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവരോട്, പ്രത്യേകിച്ച് സഭാ ശുശ്രൂഷകരോട് ഒരു കാര്യം പറയട്ടെ. സഭയിലെ സകല കാര്യങ്ങളും ശുശ്രൂഷകൻ നോക്കണമെന്ന് നിർബന്ധിക്കുന്ന അനേകം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതൊരു കമ്മിറ്റി ഉണ്ടെങ്കിലും ശുശ്രൂഷകൻ വേണം. നാട്ടിലെ സകല യോഗങ്ങൾക്കും ശുശ്രൂഷകൻ കൂടണം. അംഗങ്ങളെ എല്ലാം കണ്ട് ഓരോ വീട്ടിലും പോയി പൊക്കി പറയണം. എല്ലാ വീട്ടിലെയും സകല കാര്യങ്ങൾക്കും അയാളുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും വേണം, പ്രസംഗിക്കുകയും വേണം. ഇതിൽ ഏതിലെങ്കിലും ഒരു ചെറിയ വീഴ്ച സംഭവിച്ചാൽ വിമർശനത്തിൻ്റെ അഭിഷേകമായിരിക്കും. ഇന്ന് അച്ഛന്മാരിലും പാസ്റ്റർമാരിലും ഭൂരിഭാഗത്തിനും രക്തസമ്മർദ്ദം കൂടുതലുള്ളതിന് ഒരത്ഭുതവും തോന്നാറില്ല. 3 വർഷം ഒരു സഭാ ശുശ്രൂഷകൻ ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ വന്നാൽ പള്ളി വകയായി 2 കെട്ടിടമെങ്കിലും പണിയുവാൻ കാണും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ സെമിനാറുകളിലെല്ലാം ബൈബിൾ പഠിപ്പിക്കുന്നത് ഒന്ന് നിർത്തിയിട്ട് വല്ല സിവിൽ എഞ്ചിനീയറിങ്ങും പഠിപ്പിച്ചാൽ കൂടുതൽ പ്രയോജനമാകും. കാരണം ഇറങ്ങി വരുന്നവർ മിക്കവാറും ആ പണിയൊക്കെയാണല്ലോ ചെയ്യുന്നത്. ഇടവകളിൽ ബൈബിൾ പഠിപ്പിക്കുന്നതിനേക്കാൾ കെട്ടിടങ്ങൾ പണിയാനായിരിക്കും ശുശ്രൂഷകർക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നത്. ഇന്നൊരു നേഴ്സറി സ്കൂളെങ്കിലും ഇല്ലാത്ത ഇടവക ചുരുക്കമാണ്. ഇവിടുത്തെ കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും അങ്ങനെ സകലത്തിൻ്റെയും ഉത്തരവാദിത്വം സഭാ ശുശ്രൂഷകനാണല്ലോ. ഇതിൻ്റെയൊക്കെ മാനേജിങ് കമ്മിറ്റിയിൽ ഇരിക്കുവാൻ തന്നെ ശുശ്രൂഷകന് സമയം കിട്ടാറില്ല. പിന്നെ എങ്ങനെ ഫലപ്രദമായി ദൈവവചനം പഠിച്ചിട്ട് ജനങ്ങളെ പഠിപ്പിക്കുവാനാണ്? ഇന്ന് നാം ലക്ഷ്യത്തിൽ നിന്ന് വളരെ മാറിപ്പോയിരിക്കുന്നു. ഇന്ന് പ്രസംഗപീഠത്തിൽ നിൽക്കുന്ന പ്രസംഗകർ എത്ര പേർ യഹോവയ്ക്ക് വിശുദ്ധമെന്ന നെറ്റിപ്പട്ടം കെട്ടുവാൻ യോഗ്യതയുള്ളവരാണ്? നിങ്ങളൊരു സുവിശേഷ വേലക്കാരനോ പട്ടക്കാരനോ ആണെങ്കിൽ ഓരോ പ്രസംഗത്തിനും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാൻ 100% തയ്യാറാകുന്നു എന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? ദൈവവചനം പഠിപ്പിക്കുവാൻ നാം എത്ര സമയം മാറ്റിവെക്കാറുണ്ട്? യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അതിനാവശ്യമായ സമയം നാം എടുക്കാത്ത പക്ഷം നാം നമ്മുടെ ഉത്തരവാദിത്വത്തിൽ അവിശ്വസ്തരാകുകയാണ്, ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. ഇനിയും നമ്മൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വന്നിരിക്കുകയാണ്. സമാഗമന കൂടാരം നിവർക്കുകയും അത് യഹോവയുടെ തേജസ്സിനാൽ നിറയുകയും ചെയ്യുന്ന ആ സംഭവമാണ് നാം 40-ാം അധ്യായത്തിൽ കാണുന്നത്. സമാഗമന കൂടാരത്തിലെ ഓരോ ഉപകരണത്തെക്കുറിച്ചും പുരോഹിതൻ്റെ വസ്ത്രങ്ങളെക്കുറിച്ചും വിശദമായി നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇസ്രായേലിൻ്റെ പാളയത്തിൽ മോശ സമാഗമന കൂടാരം നിവർത്തിയപ്പോൾ ഒരു അത്ഭുതകരമായ കാര്യം സംഭവിച്ചു. 40-ാം അധ്യായത്തിൻ്റെ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 34 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്കകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ നിന്നുയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരും നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. ഇസ്രായേല്യരുടെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാൺകെ പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയപ്പോൾ ഇസ്രായേലിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് മറ്റ് ജനതകളിൽ നിന്ന് വ്യത്യസ്തമായി ഏതാനും പ്രത്യേകതകൾ ഉണ്ട് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് യഹോവയുടെ തേജസ്സാണ്. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. ദൈവത്തിൻ്റെ ദൃശ്യമായ സാന്നിധ്യം, അതായത് തേജസ് ലഭ്യമായിരുന്ന ഒരേ ഒരു ജനസമൂഹം ഇസ്രായേൽ ജനമായിരുന്നു. അതാണ് അവരെ ഭയങ്കരവും ദീർഘവുമായ മരുഭൂമി യാത്രയിൽ സഹായിച്ചത്. ഓരോ ദിവസവും അവർക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ മേഘം രാവിലെ തിരുനിവാസത്തിന്മേൽ നിന്ന് ഉയരുമായിരുന്നു.
മേഘം ഉയരാതിരുന്നാൽ യാത്ര പുറപ്പെടാതെ പാളയത്തിൽ തന്നെ അവർ താമസിച്ചിരുന്നു. അന്ന് ഉയരാത്ത ആ ദിവസം അവർ യാത്ര പുറപ്പെടുവാൻ ശ്രമിച്ചിരുന്നില്ല. തങ്ങളുടേതായ ബുദ്ധിയിലോ തീരുമാനമനുസരിച്ചോ അവർ യാത്ര ചെയ്തിരുന്നില്ല എന്ന് ചുരുക്കം. മോശ തീരുമാനമെടുക്കുകയോ യാത്ര ചെയ്യണോ വേണ്ടായോ എന്നതിന് വോട്ടിട്ട് തീരുമാനിക്കുകയോ അല്ല അവർ ചെയ്തിരുന്നത്. മേഘമായിരുന്നു അത് തീരുമാനിച്ചിരുന്നത്. ഇത് മറ്റൊരു വലിയ ആത്മീയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് ഈ മരുഭൂമി യാത്രയിൽ അവരെ നയിക്കുന്നത് ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യമാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് വിശ്വസ്തനാണ്, മാറാത്തവനാണ്. ക്രിസ്തു ആകുന്നു സഭയുടെ തല എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. തല എന്നതുകൊണ്ട് ശരീരത്തെ മൊത്തം നിയന്ത്രിക്കുന്നത് എന്നാണല്ലോ അർത്ഥം. ശരീരത്തിലെ ഓരോ അവയവങ്ങളും തലയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രം ആകുന്നു സുബോധത്തോടെ ഒരു മനുഷ്യന് പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. അങ്ങനെ അല്ലാത്ത വ്യക്തികളെ സുബോധമില്ലാത്തവർ എന്നാണല്ലോ പൊതുവെ പറയുന്നത്. തലയാകുന്ന ക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത സഭാവിഭാഗങ്ങളും ഇന്ന് ലോകത്തിലുണ്ട്. അവർ സുബോധത്തോടെ നടക്കുന്നു എന്ന് നമുക്കൊരിക്കലും പറയുവാൻ കഴിയില്ല. കഴിയുമോ? താങ്കൾ ഉൾപ്പെടുന്ന സഭ എങ്ങനെയുണ്ട്? നിങ്ങളുടെ സഭയുടെ തല ക്രിസ്തു ആകുന്നുവോ? മേഘസ്തംഭം സഞ്ചരിച്ചതിനനുസരിച്ച് മോശ ജനത്തെ മരുഭൂമിയിൽ നയിച്ചതുപോലെ ആകുന്നുവോ നിങ്ങൾ ഇന്ന് നയിക്കപ്പെടുന്നത്? അതോ പണക്കാരനോ രാഷ്ട്രീയക്കാരനോ എന്ന കാരണത്താൽ ഇടവക കമ്മിറ്റിയിൽ അംഗമായ അനാത്മികനായ ഒരുവനാലാകുന്നുവോ നിങ്ങളുടെ സഭ നയിക്കപ്പെടുന്നത്? തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സഭാജനങ്ങൾ പരിഹാരം തേടുന്നത് അവരുടെ സഭാ ശുശ്രൂഷകനോടാണോ? അത് തെറ്റല്ല. മനുഷ്യർ ചിന്തിക്കുന്നത് സഭാ ശുശ്രൂഷകരുടെ കയ്യിൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നാണ്. എന്നാൽ ആ ചിന്ത എപ്പോഴും ശരിയല്ല. സഭാജനങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളും കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളും നാട്ടിലെ പ്രശ്നങ്ങളും ഒന്നും പരിഹരിക്കുവാൻ ശുശ്രൂഷകന് കഴിഞ്ഞെന്ന് വരില്ല. കാരണം അവരും സാധാരണ മനുഷ്യരാണ്, വീഴ്ചകളും കുറവുകളും പ്രശ്നങ്ങളുമുള്ള മനുഷ്യർ. എന്നാൽ ഇന്നും നമുക്കൊരു മേഘസ്തംഭമുണ്ട്. അനേകരും അത് കാണുന്നില്ല. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകും. ഇന്ന് നമ്മെ നയിക്കുന്നവൻ, നടത്തുന്നവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കണം. നാം മനുഷ്യനെ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാനുള്ള പരിശ്രമത്തിൽ ഇന്ന് അവനെ അവഗണിച്ചിരിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ. എന്നാൽ നമുക്കിന്ന് ഏറ്റവും ആവശ്യം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന പ്രസംഗകരെയും ഉപദേഷ്ടാക്കന്മാരെയും ശുശ്രൂഷകരെയുമാണ്. ദൈവവചനം ശ്രദ്ധിച്ചു പഠിക്കുകയും ദൈവഹിതം മാത്രം ചെയ്യുവാൻ തയ്യാറുള്ളതുമായ ശുശ്രൂഷകരെ ആകുന്നു നമുക്കിന്ന് ആവശ്യം. ഇന്ന് ദൃശ്യമായ മേഘം സഭയ്ക്ക് മുകളിലില്ലായിരിക്കും. എന്നാൽ നമ്മെ നയിക്കുവാനും നടത്തുവാനും പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. ദൃശ്യമായ മേഘം ഇന്ന് നമ്മുടെ ആരാധനാലയങ്ങളുടെ മുകളിലില്ലെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയും നടത്തുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിനവൻ തയ്യാറാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലല്ലാതെ നമുക്ക് ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ സാധ്യമല്ല സുഹൃത്തെ. എപ്പോൾ യാത്ര ആരംഭിക്കണമെന്നും എപ്പോൾ യാത്ര അവസാനിപ്പിക്കണമെന്നുമുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ ഓരോ ദൈവവൈതലിന് ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? അതെ, മിസ്രൈമിലെ ഇഷ്ടികക്കളത്തിലെ നിരാശാജനകമായ സാഹചര്യത്തിലാണ് നമ്മൾ ഈ പുസ്തകം ആരംഭിച്ചത്. ഒരുപറ്റം അടിമകളുടെ കഥ, ഒരാശയ്ക്കും വഴിയില്ലാതെ അടിമത്തത്തിൽ കഴിഞ്ഞുകൂടിയ ജനം. എന്നാൽ സമാഗമന കൂടാരത്തിലെ യഹോവയുടെ മഹത്വകരമായ തേജസ്സിൻ്റെ സാന്നിധ്യം കണ്ടുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. അവൻ്റെ സാന്നിധ്യമായിരുന്നു അവരെ മരുഭൂമിയിൽ കൂടി നടത്തിയത്. ആ ചൂടിൽ, ആ പൊടിയിൽ, ആ പ്രശ്നത്തിൽ കൂടി അവർ പോയപ്പോൾ അവൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. പാപത്തിൻ്റെ പരിതാപകരമായ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് അവിടുത്തെ മഹത്വകരമായ സാന്നിധ്യത്തിൽ അവിടുത്തെ ഹിതപ്രകാരം നിങ്ങളെ നയിക്കുവാനും നടത്തുവാനും ദൈവം ഇപ്പോഴും ആഗ്രഹിക്കുന്നു, തയ്യാറാണ്. അവിടുന്ന് അന്നും ഇന്നും നമ്മുടെ സ്നേഹവാനായ ദൈവമാണ്, നമ്മുടെ പിതാവാണ്. നിങ്ങൾ അവിടുത്തെ ഹിതത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുവാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന അരുമനാഥനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. താങ്കളുടെ ജീവിതം അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതമാണ്. അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ദൈവിക ശുശ്രൂഷകളിൽ ശുദ്ധീകരണത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് തിരുവചനം നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാം ചെയ്യുന്ന കൈകളുടെ പ്രവൃത്തികളിൽ ദൈവം പ്രസാദിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അവിടുന്ന് നൽകുന്ന സാന്നിധ്യമാണ്. അതിനാൽ നമ്മുടെ ഓരോ കാലടികളിലും ദൈവത്തിൻ്റെ പ്രസാദം ഉറപ്പുവരുത്തുവാൻ നമുക്കെപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കാം. പുറപ്പാട് പുസ്തകത്തിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളായിരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. മറ്റൊരു പുസ്തക പഠനവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദൈവം ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.